ശ്രീനിവാസൻ വധം നടക്കുന്നതിന് തലേ ദിവസം ഇവിടെ കൊലപാതകം നടന്ന സമയത്ത് ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്ന ആളാരാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ രണ്ട് നേതാക്കന്മാരുടെ പേര് പറഞ്ഞാണ് വധഭീഷണി മുടക്കിയത്. അതിലൊന്ന് ഞാനായിരുന്നു. പക്ഷേ ആ കൊലപാതകം നടന്ന ഉടൻ BJP ഓഫീസിൽ നിന്ന് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മുഴുവൻ മാറി നിൽക്കാനുള്ള സന്ദേശം വന്നപ്പോ അന്ന് എന്റെ വീട്ടിൽ വിഷു ദിവസമുള്ള എനിക്ക് മാത്രം അവരാ സന്ദേശം തന്നില്ല. കൊല്ലുകയാണെങ്കിൽ സന്ദീപിനെ കൊന്നോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നോ? എന്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പൊ സന്ദീപ് തീർന്നു പോയാൽ അത്രയും സൗകര്യം എന്ന് കരുതിയിട്ടാണ്. മറ്റാർക്കാ ഭീഷണി ഉണ്ടായിരുന്നത്? കേരളത്തിലെ BJP പ്രവർത്തകർക്ക് അറിയാമല്ലോ, സംഘപ്രവർത്തകർക്ക് അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടായിരുന്ന ആൾ ഞാനാണ്. എങ്ങനെയാ ഭീഷണി വന്നത്? ആ സംഘടനയുടെ നാവായി നിന്ന് സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് ഭീഷണി ഉണ്ടായത്. അതുകൊണ്ട് ഒറ്റുകാരന്റെ റോൾ ചേരുന്നത് ആ സംഘടനയ്ക്ക് അകത്തിരിക്കുന്നവർക്കാണ്. ഒരേ കുറ്റം ആരോപിക്കപ്പെട്ട ജില്ലാ സഹകാര്യവാഹ് ജയിലിൽ കൊടുക്കുന്നു. ശ്രീനിവാസൻ വധക്കേസിലെ 17 പ്രതികൾക്ക് ജാമ്യം കിട്ടിയ അവസ്ഥയുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എന്നെ ഒറ്റുകാരനെന്ന് വിളിക്കരുത്. നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം നേതൃത്വത്തെയാണ്. എന്നെ ഏറ്റവും അവസാന നിമിഷം വരെയും വിശ്വസിച്ചു പോയതുകൊണ്ട്, പ്രവർത്തിച്ചു പോയതുകൊണ്ട് അതിൽ തുടരാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടും എന്തൊക്കെയാ പറഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ഏതുവരെ പോകട്ടെ എന്ന് നോക്കാം, അല്ലേ? ഏതുവരെ പോട്ടെ എന്ന് നോക്കാം. ഈ വീരാരാധനയൊക്കെ എത്ര ദിവസം ഉണ്ടാകുമെന്നാണ് സംസ്ഥാന ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, വീരാരാധന എത്ര ദിവസം ഉണ്ടാകും? വീരാരാധനയുടെ എക്സ്പയറി ഡേറ്റ് കൃത്യമായി അറിയുന്ന ആൾ K. സുരേന്ദ്രൻ തന്നെയാണ്, ശബരിമല സമരം കഴിഞ്ഞിട്ട്. അപ്പോ അത്തരം കാര്യങ്ങൾ എനിക്കെതിരെ തുടർച്ചയായിട്ട് ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഞാൻ അത് പിന്നീട് മുതിർന്ന നേതാക്കന്മാരുണ്ട്, ഇപ്പൊ പറയുന്നില്ല, പിന്നീട് നിരൂപിച്ച് പറയാം, മറ്റു കാര്യങ്ങൾ മാധ്യമങ്ങൾ പങ്കുവയ്ക്കാം. പക്ഷേ ഈ കാര്യങ്ങൾ പ്രവർത്തകർ ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം നേതൃത്വമാണ്. ഇവിടെ പ്രിയ അജയനെ മാറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. മൂത്താന്തറയിലെ പ്രിയ അജയനെ ചെയർപേഴ്സൺ എന്ന് മാറ്റിയ വിഷയങ്ങൾ ഉൾപ്പെടെയുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ. അത് മറ്റൊരവസരത്തിൽ പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ വെറുപ്പിന്റെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും പരമത വിദ്വേഷത്തിന്റെയും ക്യാമ്പിൽ നിന്ന് മോചിതനായി പുറത്തു വന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഞാൻ, സന്തോഷത്തിലാണ് ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിച്ച ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ളവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളൊപ്പം ഉണ്ടാകുന്ന ഉറപ്പ് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു.